ഹായ് ഗൈസ്, വെൽക്കം ടു എജുപോഡ്. നമ്മുടെ പ്ലസ് ടു മാത്സിലെ ഏറ്റവും ചെറിയ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയാം അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആണെന്ന്. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിൽ നിന്നുള്ള കാര്യങ്ങളും അതായത് നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങളും വളരെ കുറച്ചേ ഉണ്ടാവും. സോ നിങ്ങൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഒരു ടേം ഇതിൽ കാണുന്നത് കൊണ്ട് ഒരിക്കലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറഞ്ഞ കാര്യങ്ങളിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ, ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോ. ഷുവറാണ്, ഏത് എക്സാം ആണെങ്കിലും ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത്. പബ്ലിക് എക്സാമിനാകുമ്പോൾ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യനും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ മിസ്സാക്കരുത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഇത് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ പഠിച്ചു എന്നാണ് അർത്ഥം. സോ ഈ 2 ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് സർക്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നതും രണ്ടാമത്തത് എലിപ്സിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നതും യൂസിങ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് കണ്ട് പിന്നോട്ടേക്ക് അടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരും. ആൻഡ് നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്ന ഒരു സർക്കിൾ എൻക്ലോസ്ഡ് ചെയ്യുന്ന ആ ഒരു റീജിയൻ്റെ ഏരിയ അത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഞാൻ ഈ സർക്കിൾ ഒന്ന് വരയ്ക്കുന്നു. നോക്കിക്കേ, നല്ലതുപോലെ വളരെ അടിപൊളിയായിട്ട് ഈ സർക്കിൾ ഒന്ന് വരയ്ക്കാൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഏകദേശം ആ സർക്കിൾ ഉണ്ടാവുന്നത്. എന്താ ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ സർക്കിൾ സെൻറ്റർ 0 0, അതായത് സെൻറ്റർ ഒറിജിനും റേഡിയസ് 5 ആയിട്ടുള്ളത്. അതെങ്ങനെയാണ് സാർ മനസ്സിലാവുക? ഏതൊരു സർക്കിളിൻ്റെയും ഇക്വേഷൻ ഈ ഫോമിലാണെങ്കിൽ ശ്രദ്ധിച്ചോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഈ ഫോമിൽ വരുന്ന ഏതൊരു സർക്കിളിൻ്റെയും ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിനിലും അതേപോലെ റേഡിയസിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഉണ്ടാകുന്ന കോൺസ്റ്റൻറ്റ്. സോ നിങ്ങൾ നോക്കിക്കോ, ആർ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് 5 ആയിരിക്കും, 5 യൂണിറ്റ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് 5 ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ കാര്യം. ഇനി നോക്കിക്കേ, സെൻറ്റർ ഒറിജിനാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് 0, ഇവിടെ മാർക്ക് ചെയ്യുന്നതോ ഇവിടെ മാർക്ക് ചെയ്യുന്നത് 5. അതെങ്ങനെയാണ്? കാരണം സെൻറ്റർ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, സർക്കിൾ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അതിനല്ലേ നമ്മൾ റേഡിയസ് എന്ന് പറയാം. അപ്പോൾ റേഡിയസ് 5 ആയതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് 5. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഇതും 5. ഫൈൻ. നമുക്ക് വേണ്ടത് ഈ സർക്കിളിൻ്റെ ഏരിയ. സർക്കിളിൻ്റെ ഏരിയ യൂഷ്വലി നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ അറിയാം. പൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ 25. അപ്പോൾ 25 പൈ ആൻസർ നമുക്ക് ആദ്യം കിട്ടും. പക്ഷേ ഇതെങ്ങനെ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോ. ഇനി വളരെ സിമ്പിളാണ്. ഈ സർക്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഈ കേവ്, നിങ്ങൾ ഈ കേവ് കണ്ടോ? ഈ കേവിൻ്റെ അണ്ടറിലുള്ള, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു പോർഷൻ, ഇതിൻ്റെ അണ്ടറിലുള്ള ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആ പോർഷൻ, ഈ പോർഷൻ്റെ ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് ഇത് സിമെട്രിക് ഷേപ്പാണ്, കറക്റ്റ് 4 ക്വാഡ്രൻറ്റിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സർക്കിളിൻ്റെ മൊത്തം ഏരിയ കിട്ടി. അപ്പോൾ എങ്ങനെ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ആ പോർഷൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക? ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് പഠിക്കുന്നതാണ്. ഏരിയ അണ്ടർ ദി കേവ്. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ, ആ കേവിൻ്റെ ഫംഗ്ഷൻ ഏതാണോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്തുകൊണ്ടാണ് ഞാൻ എഫ് ഓഫ് എക്സ് എടുക്കുന്നത്? ഞാൻ എക്സ് ആക്സിസിലെ 0 മുതൽ 5 വരെയുള്ള പോയിന്റ്, അതായത് നമുക്ക് 0 കേവ് 0 ഇവിടെയാണുള്ളത്, 5 കേവ് ഇവിടെയാണുള്ളത്. അപ്പോൾ 0 മുതൽ 5 വരെ വരുന്ന സമയത്തുള്ള ആ റീജിയനാണ് എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 മുതൽ 5 വരെ. അപ്പോൾ ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിലായിരിക്കണം, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞായിരിക്കണം. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്നല്ലേ, നിങ്ങളത് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കി മാറ്റാം. വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിലേക്ക് കിട്ടുക. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആദ്യം നമ്മൾ ആ ഒരു ഫോമിലേക്ക് മാറ്റി ചെയ്തു. അങ്ങനെയാണ് നോക്ക്, വൈ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരൂലേ. അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ എന്നും എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് എന്ത്? ആക്ച്വലി നിങ്ങളുടെ ഈ കേവിൻ്റെ ഫംഗ്ഷൻ. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിനാണ് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സമയത്ത് നോക്കിക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. 0 to 5 നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഞാനിത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ മാത്രമേ ഫൈൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സർക്കിളിൻ്റെ മൊത്തം ഏരിയ എനിക്ക് കിട്ടും. ആയിക്കോട്ടെ. അപ്പോൾ ഒരൊറ്റ കാര്യം കൂടി,
ഈ ഒരു ഫോമിലാണെങ്കിൽ എന്താ സ്റ്റാൻഡേർഡ് റിസൾട്ട്, അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻ്റഗ്രൽ √(a²-x²dx) ആണെങ്കിൽ ഇത് പഠിച്ചാൽ മതി, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ചെയ്തതാ ഇങ്ങനെയാണ്: x/2 √(a²-x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a, സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി. ഇതാണെന്ത്, ഈ ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ. ഇത് ഓർത്തിരിക്കണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. സിമ്പിൾ കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റെഡി? അപ്പോൾ ബോക്സ് വേണ്ട, ഞാനല്ലാതെ ഒരു ഷേപ്പ് വരച്ചുതരാം. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്ക്, 0 to 5, 5² - x² എന്നാണ്. ഈ 5² - x² എന്നുള്ളത് ഞാൻ a² - x² എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് മാറ്റട്ടെ, തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ a² 5² ആണെങ്കിൽ a = 5 ആയിരിക്കും. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇതേ റിസൾട്ട് a² - x² ആണെങ്കിൽ x/2 √(a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a. ഞാൻ അത് വെച്ച് ചെയ്യുന്നു. സോ നമ്മുടെ ആൻസർ വരുന്നത് നോക്കിക്കോ, 0. നോക്കേ, 0 to 5 ആണ്. അപ്പോൾ 0 to 5 എന്നുള്ളത് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ല, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്, ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എന്താ ആൻസർ കിട്ടും നോക്കും ആദ്യം. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് x/2 √(a² - x²), അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അത്, പ്ലസ് a²/2 a² എന്ന് പറഞ്ഞാൽ എന്താ, 5². അപ്പോൾ 5²/2 സൈൻ ഇൻവേഴ്സ് x/a. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x/aക്ക് പകരം ഞാൻ എന്താ കൊടുക്കേണ്ടത്, a എന്ന് പറഞ്ഞാൽ 5 അല്ലേ, അപ്പോൾ x/5. ഇനി എന്താ ചെയ്യേണ്ടത്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് എന്താണോ നിങ്ങളുടെ റിസൾട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളിതാ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ലോവർ ലിമിറ്റ് വാല്യൂ ഇവിടെയും അപ്പർ ലിമിറ്റ് വാല്യൂ ഇവിടെയും കൊടുക്കാം. ഇനി എക്സ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഈ ഒരു എക്സ്പ്രഷനിൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അപ്പർ ലിമിറ്റ് 5 കൊടുക്കുക, മൈനസ് എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ 0 കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആൻസർ വരിക. എക്സിന് പകരം 5 കൊടുക്കുമ്പോൾ 5/2 √(5² - x²), അപ്പോൾ അവിടെയും വീണ്ടും 5² പ്ലസ് 5²/2, അതായത് 25/2 സൈൻ ഇൻവേഴ്സ് x/a. എക്സിന് പകരം 5, അപ്പോൾ 5/5. അപ്പോൾ ആദ്യം ഇത് കൊടുത്തു. അപ്പോൾ ആദ്യം അത് കൊടുത്തു, എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്തു. റെഡി? പിന്നെ 0 ഉള്ളത് കൊടുക്കണം. 0 ഉള്ളത് ആക്ച്വലി നിങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം 0 ഉള്ളത് കൊടുക്കുമ്പോൾ ആ 2 ടേമും 0 ആയി പോകും. ആ ഒരു എക്സ്പ്രഷനിലുള്ള ആ 2 ടേമും 0 ആയി പോകും. എന്നാലും നിങ്ങളൊന്ന് കൊടുത്തോ, 5² - 0² പ്ലസ് 5²/2 സൈൻ ഇൻവേഴ്സ്, ഇവിടെ ഇങ്ങനെയാണ് വരിക, സൈൻ ഇൻവേഴ്സ് 0/5. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നോക്ക്, ഇത് സൈൻ ഇൻവേഴ്സ് 0 എന്നായി പോകും. നല്ലതുപോലെ ശ്രദ്ധിച്ചേ, സൈൻ ഇൻവേഴ്സ് 0 എത്രയാടാ, സൈൻ ഇൻവേഴ്സ് 0 അത് 0 അല്ലേ. അപ്പോൾ ഈ ടേം മൊത്തം 0 എന്ന് പറഞ്ഞ് മാറ്റി മാറ്റാം. ഇത് 0/2 0, അപ്പോൾ ഇതും മൊത്തത്തിൽ എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ രണ്ടെണ്ണം 0 ആയല്ലോ, അപ്പോൾ അത് രണ്ടും ഞാൻ ഒഴിവാക്കി, അത് വേണ്ട. ഇനി അടുത്ത നോക്ക്, 5² - 5² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0. അപ്പോൾ 0 × 5/2 ഇതും മൊത്തത്തിൽ എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ അതും വേണ്ട. അപ്പോൾ നമ്മുടെ ഏരിയ വരുന്നത് ഇത് മാത്രമാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 25/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 5/5. 5/5 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അപ്പോൾ 25/2 സൈൻ ഇൻവേഴ്സ് 1. അപ്പോൾ നമ്മൾ ഒന്നുകൂടി അടിപൊളിയാക്കി എഴുതുമ്പോൾ 25/2 ഇൻറ്റു π/2 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ എത്രയാണ്, വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് 1? സൈൻ ഇൻവേഴ്സ് 1 ഈസ് ഈക്വൽ ടു π/2. അപ്പോൾ ഇത് π/2 ആണെങ്കിൽ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, 25/2 ഇൻറ്റു π/2. നമുക്ക് വേണ്ടത് സർക്കിളിൻ്റെ ഏരിയ അല്ലേ. നിങ്ങൾ ഒരു ക്വാഡ്രൻറ്റിൽ ഏരിയ മാത്രമല്ലേ ഫൈൻഡ് ചെയ്തിട്ടുള്ളൂ. നോക്ക്, ഈ ഒരു ക്വാഡ്രൻറ്റിൽ ഏരിയ ആണ് ഇപ്പോൾ എഴുതി വന്നത്. നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എൻ്റയർ സർക്കിളിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണിത്. ഏരിയ ഓഫ് സർക്കിളിൻ്റെ ഏരിയ മൊത്തം വേണ്ടത് കൊണ്ട് ഒന്നിൻ്റെ ഏരിയ ആണ് 25/2 ഇൻറ്റു π/2. അപ്പോൾ 4 ഇൻറ്റു 25 ഇൻറ്റു π 25π എന്നും വരും. ആൻഡ് ഈ 2 × 2 എന്ന് പറയുന്നത് 2 × 2 തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ ഇനി 4ഉം 2 × 2 ക്യാൻസൽ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരിക, 25π. ഏരിയ ആയതുകൊണ്ട് ഞാൻ സ്ക്വയർ യൂണിറ്റ് ഒന്നും കൊടുക്കുന്നു. ദിസ് ഈസ് ദ ആൻസർ. ഇത്രയുള്ള പരിപാടി. ഈ 2ഉം 2ഉം ആണെങ്കിൽ നമുക്ക് നൈസായിട്ട് എന്ത് ചെയ്യാം, ഈ 4ഉം ഈ 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. റെഡി? അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ കൂടുതലായിട്ട് എലിപ്സിൽ ഒന്നുമില്ല, പക്ഷേ ആ എലിപ്സിൻ്റെ ഫിഗർ വരയ്ക്കാനും എയും ബിയും മാർക്ക് ചെയ്യാനും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് x²/16 + y²/9 = 1 യൂസിങ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ ഏത് എലിപ്സ് ആണ്, മേജർ ആക്സിസ് ഏതാണെന്നുള്ളതൊക്കെയാണ് ആദ്യം ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. നിങ്ങളൊന്ന് പറ, മേജർ ആക്സിസ് x ആയിരിക്കും y ആയിരിക്കും?
എന്തായാലും ഒരു എലിപ്സിന്റെ കേസിൽ വലുത് ഏതായിട്ടാണോ വരുന്നത് അതാണ് നമ്മൾ എ സ്ക്വയർ എടുക്കുക. അപ്പോൾ എ സ്ക്വയർ 16 അപ്പോൾ എ എത്രയായിരിക്കും? എ എന്ന് പറഞ്ഞാൽ 4 ബി സ്ക്വയർ 9 അപ്പോൾ ബി എത്രയായിരിക്കും? ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ അറിയാം. എക്സ് സ്ക്വയറിന്റെ താഴെയാണോ വൈ സ്ക്വയറിന്റെ താഴെയാണോ വലുത് നോക്കുക. എക്സ് സ്ക്വയറിന്റെ താഴെയാണെങ്കിൽ വലുത് എക്സ് സ്ക്വയറിന്റെ താഴെയാണ് വലിയ നമ്പർ ഉള്ളത്. അപ്പോൾ എക്സ് ആയിരിക്കും മേജർ ആക്സിസ് ആയിട്ട് വരുന്നത്. ഈ എലിപ്സിന്റെ മേജർ ആക്സിസ് എക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ എലിപ്സ് വരയ്ക്കുന്ന സമയത്ത് മേജർ ആക്സിസ് എക്സ് ആണെങ്കിൽ ആ എലിപ്സ് ഏകദേശം ഈ ഒരു സ്ട്രക്ചറിലാണ് ഉണ്ടാവുക. ശരി, ഇനി ഞാൻ ആക്സിസുകളൊക്കെ വരയ്ക്കുകയാണ്. നമ്മൾ പഠിച്ച എലിപ്സിന്റെ ഒക്കെ ഫോക്കസ് എക്സ് ആക്സിലും വൈ ആക്സിലും ഉള്ളതും ആൻഡ് വെർട്ടെക്സും അതേപോലെ തന്നെ ആൻഡ് സെന്റർ 0 0 ആയിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു എലിപ്സ് ഒക്കെ വരച്ച് നല്ലതുപോലെ ശ്രദ്ധിച്ച് ഏകദേശമാണ്, എന്നാലും കറക്റ്റാക്കി വരയ്ക്കാം. ഓക്കെ, സെന്റർ 0 0 ആയിരിക്കുമല്ലോ. നമ്മൾ എടുക്കുന്നതിൻ്റെ ഒക്കെ സെന്റർ 0 0. ഇതാണ്, ഇവിടെയാണ് ഫോക്കസ് ഉള്ളത്, ഇവിടെയാണ് ഒരു ഫോക്കസ് ഉള്ളത്. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ് നമ്മൾ എ വെച്ച് മാർക്ക് ചെയ്യുക. എയും ബി ഞാൻ അവിടെ കൊടുത്തത് കണ്ടോ. അപ്പോൾ ഇവിടെ 4 ആൻഡ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് 3. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കിട്ടി. ഇനി എന്ത്, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി നോക്കിക്കോ, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എവിടെ മുതൽ എവിടെ വരിക? ഈ കേവിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ കേവിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് എലിപ്സ് കിട്ടും. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നേരത്തതുപോലെ തന്നെ സെയിം. അപ്പം ഞാൻ ആദ്യത്തെ ക്വാഡ്രന്റിൽ ആ പോർഷൻ മാത്രമാണ് ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാം, സോറി ഏരിയ മാത്രം ഫൈൻഡ് ചെയ്യാം. അപ്പം നോക്കേ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ആ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ, അല്ലെങ്കിൽ ഇത് ആദ്യ ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞ എഴുതാം. എങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ അത് എത്ര നോക്കുക. എവിടെ മുതൽ എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? 0 മുതൽ 4 വരെ. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ആ ഫംഗ്ഷൻ f(x) dx. പക്ഷേ നിങ്ങൾക്ക് എലിപ്സിന്റെ ഏരിയ മൊത്തം വേണ്ടത് കൊണ്ട് ഞാൻ ആദ്യം ആ 4 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. നേരത്തെ ക്വസ്റ്റ്യനിലും അങ്ങനെയൊക്കെ ചെയ്യട്ടോ. നമുക്ക് ഞാൻ ഇവിടെ ഇത് ആദ്യം എടുത്ത് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിലും നോ പ്രോബ്ലം. ഇനി എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഇത് y = f(x) എന്ന് പറയുന്ന രീതിയിലായിരിക്കണം. കാരണം ഞാൻ എന്താ എടുത്തത്? എക്സ് ആക്സിസിലെ പോയിന്റുകളാണ് ഇവിടെ ലിമിറ്റ് ആയിട്ട് എടുത്തത്, 0 മുതൽ 4 വരെ. അപ്പൊ നിങ്ങളുടെ ഈ കേവ് എന്തായാലും ആ ഫംഗ്ഷൻ എക്സിന്റെ ടേമിലായിരിക്കണം, y = എന്ന് പറഞ്ഞായിരിക്കണം. അതെങ്ങനെയാണ് ഞാൻ മാറ്റുക എന്നുള്ളത് ഞാൻ അടുത്ത് നോക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ നോക്കുന്നത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, നമ്മുടെ ഇക്വേഷൻ x²/a², നല്ലതുപോലെ ശ്രദ്ധിച്ചോ, x²/a² + y²/9 = 1 എന്നാണല്ലോ. ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ y = f(x) എന്ന് പറഞ്ഞാക്കി മാറ്റണം. x²/16 ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ y²/9 ആയി. y²/9 = 1 - x²/16 എന്ന് വന്നു. ആൻഡ് y² ഈ /9 അങ്ങോട്ട് കൊണ്ടുപോകും. ആദ്യം ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 16 16 - x² / 16. ഈ /9 ഇങ്ങോട്ട് വരുമ്പോൾ × 9 ആവും. ഓക്കെ, × 9 റെഡി. ഇനി ഞാനിതാ ഒന്നുകൂടി അടിപൊളിയാക്കിയിട്ട് y = ശ്രദ്ധിക്കണേ, 9/16 ഒരുമിച്ച് എഴുതി. ആൻഡ് ഇവിടെ ഒരു 16 - x² ഉണ്ട്. ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ. y = എന്ന് പറഞ്ഞാക്കുന്ന സമയത്ത് ഇവിടെ റൂട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്, 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. അപ്പോൾ ഇതിന് റൂട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ 16 - x². ആ 16 എന്നുള്ളത് ഞാൻ 4² ആക്കി. അപ്പോൾ 4² - x², അതായത് ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ അവിടുത്തെ y. ആ ഫംഗ്ഷൻ y = f(x) എന്ന് പറഞ്ഞാൽ ആക്കി വേണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ y = 3/4 √ നോക്കണേ 4² - x². ഇനി എന്താ ചെയ്യാം? വാട്ട് ഈസ് നെക്സ്റ്റ്? അപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ ആയല്ലോ. ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത് y = f(x) എന്ന് പറഞ്ഞ് വേണം എന്നല്ലേ. ഇവിടെ y = f(x) എന്ന് പറഞ്ഞ് കിട്ടിയല്ലോ. സോ അടുത്ത സ്റ്റെപ്പിൽ എഴുതിക്കോ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 4 × 3/4 നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to 4 3/4 √ 4² - x² dx. ഓക്കെ, ഈ 3/4 കോൺസ്റ്റന്റ് അല്ലേ, അത് പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 4 × 3/4 പിന്നെ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. 0 to 4 പിന്നെ 4² - x², 4² - x². ഓക്കെ, ഇവിടെ 4 ആണ് dx. ഇനി നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തോ സാധാരണ രീതി ചെയ്യുന്നത് പോലെ തന്നെ. ഇതിപ്പോൾ √a² - x² ആണ്. √a² - x². സ്റ്റാൻഡേർഡ് റിസൾട്ട് ഞാൻ ഇവിടെ നേരത്തെ എഴുതി തന്നിട്ടുണ്ട്, അത് പഠിച്ചിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരേണ്ടത് 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു പോലെ. അപ്പോൾ ഇവിടെ 3 കിട്ടും. ആ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു വരാം. പിന്നെ ബ്രാക്കറ്റിൽ വരുന്ന നോക്കിക്കോ, 4² - x², √4² - x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x/2 √a² - x². അപ്പോൾ 4² - x² പ്ലസ് a²/2 4²/2 sin inverse x/a sin inverse x/a². 4² ആണെങ്കിൽ a എന്താ 4.
ആ റിസൾട്ട് അറിയാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ ഷുവറായിട്ട് പറഞ്ഞു തരാം. ആ റിസൾട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നു. ഈ റിസൾട്ട് അനുസരിച്ച് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. റെഡി? a² - x² ഫോമിലാണ്. a എന്ന് പറയുന്നത് അവിടെ 4 ആണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി ബാക്കി ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ ലിമിറ്റ് ഇട്ട് കൊടുക്കലല്ലേ പരിപാടി. ലിമിറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 0 to 4 ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ 3 into ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4/2 √4² - എക്സിന് പകരം 4, അപ്പോൾ 4² പ്ലസ് 4² 16, 16ന്റെ പകുതി 8, അപ്പോൾ 8 into sin ഇൻവേഴ്സ് 4/4 എന്ന് വന്നു. അപ്പോൾ അതൊക്കെ അത് ഏകദേശം തീരുമാനമായി. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇത് ക്ലോസ് ചെയ്തു. -0 ഞാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 0 കൊടുത്താൽ 0/2 ഇത് 0 ആയിപ്പോ. സൈൻ ഇൻവേഴ്സ് 0/4 0, അതും 0 ആയിപ്പോ. അപ്പൊ ഞാൻ എന്തായാലും 0 കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ 0 + 0 ആ 0 അങ്ങ് കൊടുത്തേക്കാം വെറുതെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കുന്ന സമയത്ത് ഇതും ക്യാൻസൽ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 4² - 4² ഇതും എന്തായിപ്പോ 0 ആയിപ്പോ. അപ്പൊ അതും പോട്ടെ. അപ്പൊ നിങ്ങളുടെ ആൻസർ ഇപ്പോൾ വരുന്നത്, ആകെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞത് ഇതാ 3 into അവിടെ ഒരു ഇത് മാത്രമേ ബാക്കിയുള്ളൂ 8 സൈൻ ഇൻവേഴ്സ് 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 ആണ്. അപ്പോൾ 3 into 8 എന്ന് പറഞ്ഞാൽ 24 into സൈൻ ഇൻവേഴ്സ് 1 π/2 ആണ് നമ്മൾ എഴുതി. 24ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് 12 എന്ന് കിട്ടും. അപ്പോൾ 12 π² യൂണിറ്റ് ആയിരിക്കും എന്ത് നിങ്ങളുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണോ നോക്കി. ഇനി ഒരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഏരിയ ഓഫ് എലിപ്സ് എയും ബിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് എലിപ്സ്, ഒരു എലിപ്സിന്റെ ഏരിയ വരുന്നത് π into AB ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണ്ടി. π into AB അവിടെ A4 ആണ്, B3 4 into 3 12, അപ്പോൾ 12 π² യൂണിറ്റ്. സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചെറിയ ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനലിൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.